ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കശ്മീർ ഉത്തരാഖണ്ഡ് ഡൽഹി യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് കണ്ണൂരിൽ ലാൻഡ് ചെയ്തു. കണ്ണൂരിലെ പുതിയ എയർപോർട്ടിൽ വന്നിട്ട് ഇറങ്ങിയത് ഡൽഹിയിൽ നിന്ന് വന്നെയാണ്. പിന്നെ വരുന്ന സമയത്ത് നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എൻ്റെ വീട് കണ്ണൂരാണ്, അരുണേട്ടൻ്റെ വീട് തൃശ്ശൂരും. അപ്പോൾ ഞാനിവിടെ കണ്ണൂർ താമസിക്കുന്ന എൻ്റെ വീടും ഇവിടുത്തെ ചുറ്റുപാടും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് വീട്. ഇവിടെ ഒരു പശുത്തൊഴുത്തുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീടും ഉണ്ട്. ഈ വീട്ടിൻ്റെ മുകളിലത്തെ ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറാനുള്ള വഴി ഇതാണ്. അടുത്ത സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടാ. ഇവിടെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ വീടുകളുണ്ട്. വണ്ടിയൊക്കെ അവിടം വരെ വരുള്ളൂ കേട്ടോ. വണ്ടിയൊന്നും ഇങ്ങോട്ടേക്ക് കയറി വരില്ല. കയറി വരാനുള്ള ഇതില്ല. കാരണം അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് കയറ്റായതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ സിറ്റ് ഔട്ട് ഇരിക്കേണ്ട ഒരു ചെറിയ സ്പേസ് ഉണ്ട്. പിന്നെ ഈ സിറ്റ് ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടാ. കണ്ട, ഫുള്ള് ഗ്രീനറിയാണ് ഇവിടെ. ഫുള്ള് ഒരുപാട് തെങ്ങൊക്കെ ഉണ്ട് മൊത്തം. പിന്നെ അവിടെ ദൂരത്തൊക്കെ വയലും സംഭവങ്ങളൊക്കെയാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് നമ്മൾ ഒരു ഹോളിലേക്കാണ്. ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ TV സംഭവങ്ങളൊക്കെ, ചെറിയൊരു അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം. ഇതൊക്കെ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഒരു മൂലക്ക് അടുക്കിപ്പുറക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വലിയ ഹോളാട്ടോ. അധികം സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ആരും അധികം ഇവിടെ നിൽക്കാത്തതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്റ്റെയർ ഉണ്ട്. ഇതാണ് ഉള്ളിൽ നിന്നുള്ള സ്റ്റെയർ. അപ്പോൾ അതിൻ്റെ ഡോറാണ് ഇവിടെ ഈ കാണുന്നത്. നമ്മൾ ഹാളിൽ നിന്ന് പിന്നെ വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു അലമാരയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ്. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ഹോളിലേക്ക് ഇറങ്ങി പിന്നെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണ് നല്ല സൗകര്യമുണ്ട്. ഇതൊക്കെ നമുക്ക് ടെമ്പററി നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നെ ഇതൊക്കെ സംഭവങ്ങൾ. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ടോട്ടലി 2 ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതേ ഒരു കിണറുണ്ട്. പിന്നെ ഇതൊക്കെ വീട്ടിൻ്റെ ബാക്ക് വശം. നമ്മൾ ഈ വീട് ശരിക്കും പറഞ്ഞാൽ ലീസിന് എടുത്തതാണ്. പിന്നെ അമ്മ തൃശ്ശൂരായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ അവിടെ പിന്നെ ഒറ്റക്കായി. പിന്നെ പ്രായമായതല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ കണ്ണൂരാകുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അനിയത്തിയും ഫാമിലിയൊക്കെ ഇവിടെ കണ്ണൂരാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ പുതിയതൊരു കൊളങ്കട വയൽ എന്നോ പറയാം ഈ സ്ഥലത്തിന്. കണ്ണൂരിൽ നിന്ന് നിസാരം ദൂരമേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റത്തെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ കണ്ണൂരിലുള്ള എൻ്റെ ഈ താമസിക്കുന്ന വീടും ചുറ്റുപാടൊക്കെ എല്ലാവരും കണ്ടില്ലേ. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു.